അങ്കണവാടിയുടെ ഉദ്ഘാടനത്തിനെത്തിയ കൂത്തുപറമ്പ് MLA KP മോഹനന് നേരെ കയ്യേറ്റം. കണ്ണൂർ കരിയാട് വെച്ചാണ് സംഭവം. പ്രദേശത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുകയായിരുന്ന നാട്ടുകാർ ചേർന്നാണ് MLA കയ്യേറ്റം ചെയ്തത്. കരിയാട്ടെ അങ്കണവാടിയുടെ ഉദ്ഘാടനത്തിന് വരുന്നതിനിടെയാണ് പ്രദേശത്തെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുകയായിരുന്ന നാട്ടുകാർ MLA തടഞ്ഞു. തുടർന്ന് ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോകാൻ ഒരുങ്ങിയ MLA പ്രതിഷേധക്കാർ പിടിച്ചു തള്ളുകയും ഷർട്ടിൽ പിടിച്ച് വലിക്കുകയുമായിരുന്നു. നിങ്ങൾക്ക് പറയേണ്ടത് ഇവിടെ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞോ. അതിന് പറഞ്ഞില്ല, അതിനൊന്നും കിട്ടില്ല മോനെ, എന്നെ കിട്ടൂല. വേണ്ടത് പേരല്ല, ഞങ്ങൾക്ക് വേണ്ടത് ശുദ്ധജലം. ആരിത് പറയുന്നറിയാമോ? ആരിത് പറയുന്നറിയാമോ? പരിസരവാസികൾ പറയുന്നു, ഒറ്റക്കെട്ടായി പറയുന്നു. സുമേഷ് മോറാഴ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങളുമായി. സുമേഷ്, ഒരു അസാധാരണമായ സംഭവം, അത് ഒരു ജനപ്രതിനിധിക്ക് നേരെ, MLAക്ക് നേരെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കയ്യേറ്റം ഉണ്ടാകുന്നത്. പ്രതിഷേധിക്കാം, കാരണം അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇങ്ങനെ കയ്യേറ്റം ചെയ്യേണ്ട ഒരു സാഹചര്യം എന്താണ് ഉണ്ടായത്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആരുടെ ഭാഗത്തു നിന്നാണ് തുടക്കത്തിൽ ഒരു പ്രകോപനം ഉണ്ടായത്? സുമേഷ്. ടോം, 5 വർഷം മുന്നേ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ടണൽ എന്ന് പറയുന്ന ഡയാലിസിസ് സെന്ററിന്റെ കീഴിൽ, ടണൽ എന്നുള്ള സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഡയാലിസിസ് സെന്റർ. ഇവിടെ ഒരു മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ നാട്ടുകാർ, ഈ KP മോഹൻ MLAക്ക് നേരെ ഇത്തരം ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഭാഗം എന്ന് പറയുന്നത്, അവർ പറയുന്ന വേഷം എന്ന് പറയുന്നത്, അതായത് 5 വർഷം മുന്നേ KP മോഹൻ, സ്ഥലം MLA ആയിട്ടുള്ള കൂത്തുപറമ്പ് MLA ആയിട്ടുള്ള KP മോഹനെ ഇത്തരം ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയും എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MLA വേണ്ട വിധത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പ്രതിഷേധം. അതായത് ഈ 5 വർഷം മുന്നേ അവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനം, ഈ സ്ഥാപനത്തിന്റെ മാലിന്യം തൊട്ടടുത്തുള്ള ഈ വീടുകളിലേക്ക്, കിണറുകളിലേക്ക് അതിന്റെ മാലിന്യങ്ങൾ വരുന്നു. ഈ മാലിന്യങ്ങൾ ഈ സാധാരണ മറ്റുള്ള രോഗങ്ങൾ വരുന്നു. ഈ രോഗവുമായി ബന്ധപ്പെട്ട് കുറെ തവണകളായി MLAയുടെ ശ്രദ്ധപ്പെടുത്തുന്നു. ഈ MLA എന്നാൽ ഇതിന് വേണ്ട വിധത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് ഇവരുടെ പ്രതിഷേധം. ഈ പ്രതിഷേധം എന്ന് പറയുന്നത്, ഇതൊരു സാധാരണ ഒരു MLA എന്ന രീതിയിൽ ഒരു ഉദ്ഘാടനത്തിന് അവിടെ എത്തുന്നു. ഈ ഉദ്ഘാടനത്തിന് നമുക്കറിയാം, സാധാരണ എല്ലാ ഒരു പ്രദേശത്തുള്ള എല്ലാ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം എത്തുമ്പോൾ മറ്റു മുൻകരുതലൊന്നും സാധാരണ ചെയ്യാറില്ല. അങ്ങനെയാണ് ഈ MLA അവിടെ വരുന്നത്. ഒരു അംഗനവാടിയുടെ ഉദ്ഘാടനമായിരുന്നു. ഈ ഉദ്ഘാടനത്തിന് എത്തുമ്പോഴേക്കും ആ സമയത്താണ് ഇത്തരം പ്രതിഷേധക്കാർ, ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധക്കാർ ഇദ്ദേഹത്തെ നേരെ എത്തുകയും കയ്യേറ്റ ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക്, അത്തരം കയ്യാങ്കളിയിലേക്ക് വരികയും ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെ ഒരു പ്രായോഗികമായ പ്രശ്നം എന്ന് പറയുന്നത്, 5 വർഷം മുന്നേ അവിടെ വരുന്ന ഒരു എത്തിയ സ്ഥാപനം അതിനുശേഷം വന്ന വീടുകളിലേക്കാണ്. അതായത് നമുക്കറിയാം, സാധാരണ ഇത്തരം ഒരു സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ കൃത്യമായി അതിനുശേഷം നമ്മൾ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാം, സാധാരണ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആയി കഴിഞ്ഞാലും പാലിക്കേണ്ട ഒരുപാട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതുമായി ഒത്ര ഒരു പ്രശ്നങ്ങളൊന്നും സാധാരണ ഈ വീട്ടുകാർ, അതായത് ഈ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട അതിന് ചുറ്റുമുള്ള പ്രദേശവാസികൾ, അതായത് നാട്ടുകാർ ഇത് പാലിക്കാതെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ വീട് ഉൾപ്പെടെ കാര്യങ്ങൾ അവിടെ വരുന്നു. അവിടേക്ക് വരുന്ന അതുമായി ബന്ധപ്പെട്ട കിണറുകൾ വരുന്നു. ഈ കിണറിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങൾ വരുന്നു എന്നാണ് ഇവരുടെ പ്രശ്നം. എന്നാൽ ഇവർ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട വരവുകൾ പറയുന്നത്
ഇവരുടെ ഈ വീടുകൾ സ്ഥാപിക്കുന്നതിന് മുൻപേ ഇവരുടെ ശ്രദ്ധയിലേക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാധാരണ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന് ഇവരോട് പറയുകയും എന്നാൽ അവർ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട ടണലുമായി ബന്ധപ്പെട്ട ആളുകൾ ഞങ്ങളിപ്പോൾ സംസാരിച്ചപ്പോൾ പറയുന്നത്. എന്നാൽ ഈ MLA എന്ന നിലയിൽ അതിന് വേണ്ട വിധത്തിൽ ഇടപെടൽ നടത്തുന്നില്ല. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? അതിനൊരു പരിഹാരമാണ് കാണുന്നത്. ആ പരിഹാരം കാണുന്നതിന് വേണ്ടി സ്ഥലം MLA ആണ്. ഈ സ്ഥലം MLA വേണ്ട വിധത്തിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അങ്ങനെയാണ് ഇത്തരം ഒരു കയ്യാങ്കളിയിലേക്ക് ഈ നാട്ടുകാർ ഈ MLAക്ക് നേരെ വന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു അസ്വാഭാവികമായ ഒരു രീതിയാണ്. സാധാരണ MLAക്ക് നേരെ എന്താണ് MLA എന്നുള്ള പ്രോട്ടോകോൾ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ ഇത്തരം ഒരു കയ്യാങ്കളിയിലേക്ക് സാധാരണ വരാറില്ല. അതാണ് പ്രത്യേകിച്ചും ഈ കണ്ണൂരിന്റെ ഒരു സ്വഭാവം, രാഷ്ട്രീയ സ്വഭാവം തന്നെ വ്യത്യസ്തമാണ്. നമുക്കറിയാം പല രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും വേദിയായിട്ടുള്ള നാട് കൂടിയാണ് ഇവിടെ. പക്ഷേ ഇവിടെ മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തതിന് ഒരു വർഷത്തോളമായി ഈ സമരസമിതി പ്രതിഷേധ രംഗത്തുണ്ട്. എന്താണ് ഈ ഒരു പെട്ടെന്നുള്ള ഈ രീതിയാണ് MLA കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതുകൊണ്ട് നടന്ന പെട്ടെന്നുള്ളൊരു പ്രതിഷേധമായി ഇതിനെ കണ്ടാൽ മതി, അതോ ഒരു രാഷ്ട്രീയ പ്രതിഷേധം ഇതിന് പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ നിറം ഈ പ്രതിഷേധത്തിന് പിന്നിലുണ്ടോ സുമേഷ്? ടോം, അത്തരം ഒരു രാഷ്ട്രീയ നിറം നമുക്ക് ഇതിന് പറയാൻ വേണ്ടി സാധിക്കില്ല. അതായത് ഇതൊരു നാട്ടുകാർ എന്ന നിലയിൽ ഒരു പ്രതിഷേധം മാത്രമാണ്. അതുകൊണ്ട് അതിനൊരു രാഷ്ട്രീയ നിറം നമുക്കത് പറയാൻ വേണ്ടി സാധിക്കില്ല. അവരുടെ പ്രയാസം മാത്രമാണ് ഇവിടെ MLA ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുക. സ്വാഭാവികമായിട്ട് MLA എന്ന നിലയിൽ അതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് അവരെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് സ്വാഭാവികമായി ജനപ്രതിനിധി നിലയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കേണ്ടത്. അപ്പൊ എന്നാൽ അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രയാസം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇതിന് എന്താണ് അതിന്റെ ഒരു സ്വാഭാവികമായിട്ട് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നമുക്ക് സ്വാഭാവികമായി നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ പോലും അതിലൊരു സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു സ്ഥാപനം ഇതൊരു സൗജന്യമായി സാധാരണയായ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. തണൽ എന്ന് പറയുന്ന സ്ഥാപനം എത്രയോ ശാഖകളുള്ള ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്ന ഡയാലിസിസ് സെന്ററാണ്. അവരുടെ വരുന്ന ചെലവുകൾ ഉൾപ്പെടെ വഹിക്കുന്നത് ഈ തണൽ എന്ന് പറയുന്ന ഈ സംഘടന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് അത് അവിടുന്ന് പൂട്ടിപ്പോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റുക എന്നുള്ളത് സ്വാഭാവികമായി നാട്ടുകാർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഈ രോഗികൾ എന്ന നിലയിൽ അവരോട് ചെയ്യുന്ന ഒരു പാതകമായിട്ടാണ് ഇവർ പറയുന്നത്. എന്നാൽ ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അവിടെ അത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടേണ്ട ആള് എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ MLA ആണ്. ആ MLA വേണ്ട വിധത്തിൽ നമ്മുടെ പരാതികൾ കേൾക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം ഉദ്ഘാടന പരിപാടികൾ അദ്ദേഹം വരുന്നു, അംഗനവാടികൾ ഉൾപ്പെടെ ഉദ്ഘാടനത്തിൽ വരുന്നു, വായനശാലകൾ പോലുള്ള ഉദ്ഘാടനങ്ങൾക്ക് വരുന്നു. അതിന് വരുന്നതിന് MLAക്ക് യാതൊരു പ്രയാസമില്ല. എന്നാൽ ഇത് എന്തുകൊണ്ട് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പ്രദേശവാസികളുടെ പരാതി എന്ന നിലയിൽ ഒരു പരാതി. ആ പരാതി സ്വാഭാവികമായി നമുക്കറിയാം ഒരു സാധാരണ നമുക്ക് ഇതിന് വേറെ അവരുടെ ശബ്ദം നിലയിൽ സ്വാഭാവികമായിട്ട് പ്രദേശവാസികളായ നേതാവ് നമുക്ക് തദ്ദേശ സ്വയംഭരണ ഇതുമായി ബന്ധപ്പെട്ട വാർഡ് മെമ്പറോട് പറയാം, അല്ലെങ്കിൽ ഈ പ്രദേശവാസികൾക്ക് അത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു ആശങ്കയുണ്ടെങ്കിൽ അവർക്ക് പ്രതിഷേധിക്കാം. പക്ഷെ ഇവിടെ സുമേഷ്, ഭരണകക്ഷിയിലെ ഒരു MLAക്ക് നേരെയാണ് ഈ കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും കണ്ണൂരാണ്. നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ, അതോ നിലവിൽ ഈ പ്രതിഷേധം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടോ? സമരം എന്ന രീതിയിൽ അവർ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അതായത് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സമരമാണ്. എന്നാൽ ഇത്തരം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ MLAക്ക് നേരെയുണ്ടായ കയ്യേറ്റത്തിന്റെ ഭാഗമായി അത്തരം ഒരു നിയമപരമായി, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അത്തരം ഒരു നടപടിക്രമങ്ങളിലേക്ക് ഇപ്പൊ നിലവിൽ പോലീസ് കടന്നിട്ടില്ല. പോലീസ് പറയുന്നത് അത്തരം ഒരു പരാതി നിലവിൽ ലഭിച്ചിട്ടില്ല. ഈ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലൊരു പൊളിറ്റിക്കൽ വേർഷൻ ഇതിലില്ല. അതായത് എല്ലാ പ്രദേശവാസികളാണ്, അവിടെ എല്ലാ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ CPM, കോൺഗ്രസിന്റെ, BJP അങ്ങനെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ഒരാളുകൾ അതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രതിഷേധങ്ങൾ ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ്
എന്നാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട പ്രദേശവാസികൾ പറയുന്നത്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം അവിടെ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത്തരം പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ഇനിയും മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികളായ ആളുകൾ ഇപ്പോൾ പറയുന്നത്. യെസ്, വ്യക്തമാണ്. സുമേഷ് മോറാഴയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്